ഈ പച്ചക്കുരുമുളക് പറിച്ചെടുക്കുന്നതിന്റെ പിന്നില് എനിക്കൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വഴിയെ കാണുന്നത് തന്നെയല്ലേ. അപ്പൊ ഈ ആവശ്യത്തിന് കുരുമുളകും പറിച്ച് വരുന്ന വഴിക്കാണ് ഈ കപ്പങ്ങ ഇവിടെ ഇങ്ങനെ പഴുത്ത് തുടുത്ത് കിടക്കുന്നത് കണ്ടത്. ഈ കപ്പങ്ങത്തേക്ക് ഒരാളുടെ പോലും നോട്ടം കിട്ടിയിട്ടില്ല കേട്ടോ. തന്നെ മുളച്ച് തന്നെ ഉണ്ടായതാണ്. അങ്ങനെ പറിച്ച രണ്ട് സാധനങ്ങളും ഉമ്മിച്ചീനെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ പോയത് ഈ കറിവേപ്പിലയും കൂടി പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പച്ച കുരുമുളക്, മല്ലിയില, പുതിനയില, ആവശ്യത്തിലധികം കറിവേപ്പിലയും കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പും ഇതൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടാൻ പാകത്തിന് തൈരും കൂടി ചേർത്തിട്ടുണ്ട്. അരച്ചു വെച്ച പച്ചമസാലേനെ ചിക്കന്റെ കട്ടക്കഷ്ണം എന്ന് നമ്മൾ ഇവിടെ പറയും ബോൺലെസ് പീസ് ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് പച്ച കളർ പാത്രം കൊണ്ട് മൂടി വെക്കാം. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ചിക്കൻ കറിക്കുള്ള ചിക്കൻ ആണ് കേട്ടോ. അപ്പൊ ഞാൻ കയ്യോടെ അതിങ്ങോട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ കുക്കാവുന്ന സമയം കൊണ്ട് ഞാനിവിടെ നെയ്ച്ചോറിന്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ സ്പൈസസ് ബോക്സ് ആണ് കേട്ടോ. വേണ്ട സാധനങ്ങളെല്ലാം ധാരാളമായി ചേർത്തിട്ട് നമ്മുടെ നെയ്ച്ചോറിന് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. നെയ്ച്ചോറ് കുക്കായി വന്നപ്പോൾ തന്നെ ചിക്കൻ കറിനെ അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഉമ്മിച്ചിയുടെ റിഫ്രഷ്മെന്റ് എന്നോണം പൈനാപ്പിൾ ജ്യൂസും കിട്ടിയിട്ടോ കയ്യിലേക്ക്. ഇനി നമുക്ക് പച്ച പാത്രം തുറന്ന് പച്ച മസാലയിൽ പെരണ്ടിരിക്കുന്ന ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെരട്ടി വെക്കുന്ന സമയത്തും കുക്ക് ചെയ്യാൻ വെളിച്ചെണ്ണയിലേക്ക് ഇടുന്ന സമയത്തും ഇതിനൊരു പച്ച കളർ ആണെന്നുണ്ടെങ്കിലും കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഇതിന്റെ കളറിന് ഒരു ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഒരു പച്ച മയമായി പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും കുക്കായി വന്നത് ചിക്കനെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നെയ്ച്ചോറിലേക്കുള്ള അലങ്കോല പണികളും ഞാൻ കയ്യോടെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ കറിയിലേക്കും ഇതേ പരിപാടി നടത്തിയിട്ടോ. നമ്മളിവിടെ ചിക്കൻ വാങ്ങിച്ചാൽ ചിക്കൻ കറിയിൽ വരുന്ന ഈ കട്ട കഷ്ണങ്ങൾ ഉണ്ടല്ലോ, ഐ മീൻ ബോൺലെസ് പീസസ്, അതിവിടെ ആർക്കും വേണ്ടെന്നേ. പക്ഷെ ആ പീസസിനെ ഇങ്ങനെ അങ്ങ് ചെയ്താൽ എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ പ്ലേറ്റിംഗ്? ഹയാസിന്റെ സന്തോഷം കണ്ടില്ല. അബ്ബ മോനായിട്ട് ഇത് ചെറിയൊരു തല്ലോട്ട് ഒപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് എന്റെ പ്ലേറ്റ് ആണെന്നൊക്കെയാണ് കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെക്കൻ വീഡിയോ ഓൺ ആയതുകൊണ്ട് ഭയങ്കര ആക്റ്റീവ് ആണ്. പിന്നെ ഇത് കഴിക്കാനുള്ള ഒരു ത്വരയും കൂടി ഉണ്ട് കേട്ടോ. ആദ്യത്തെ വായ അവനിക്ക് കിട്ടുമെന്നാണ് അവൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്ത് സാധനം അവനിക്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ മുതിർന്നവര് കഴിച്ചു നോക്കണം, നല്ലതാണല്ലോ. അപ്പൊ ഇനി ഇതുവരെ കഴിക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.